ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2026 റിലീസായ സ്റ്റിൽ ഷൈനിങ് എന്ന കൊറിയൻ റൊമാൻറ്റിക് ഡ്രാമയിലെ എപ്പിസോഡ് 7 മുന്നേയുള്ള എപ്പിസോഡുകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് സോഹ്യുനിൻ്റെ ലഗേജ് എടുത്ത് കാറിൽ വയ്ക്കുന്ന ജെയിംസിനെയും അത് നോക്കി നിൽക്കുന്ന തേസോയെയുമാണ്. അവിടുന്ന് തേസോ പോകുന്നത് ജെയിംസും ശ്രദ്ധിക്കുന്നു. അങ്ങനെ തേസോ യൂണിനെ വിളിച്ച് നടക്കുമ്പോൾ സോഹ്യനും ജെയിംസും കാറിലിരുന്ന് സംസാരിക്കുന്നത് കൂടി കണ്ട് യൂണിനോട് നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നീ ഇങ്ങോട്ട് വരണ്ട എന്ന് അവൾ പറയുന്നത് കേട്ട് നീ ഇപ്പോഴുള്ള കറക്റ്റ് ലൊക്കേഷൻ പറയാൻ പറഞ്ഞ് അവൻ നടക്കുമ്പോൾ ഒരിടത്ത് അങ്ങനെ യൂൺ ഇരിക്കുന്നത് അവൻ കാണുന്നു. ജെയിംസ് പോയി ടെൻഷൻ ആകണ്ട എന്ന് തേസോ പറയുമ്പോൾ നീ ഏതോ പെൺകുട്ടിയുടെ കൂടെ വരുന്നത് ഞാൻ കണ്ടല്ലോ, അതാരാണെന്ന് അവൾ ചോദിക്കുന്നു. പിന്നീട് അവർ രണ്ടാളും കൂടിയിരുന്ന് സംസാരിക്കുമ്പോൾ നടന്നതൊക്കെ കേട്ട് അവൾ കുറച്ച് പോസസീവ് ആയിക്കൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്തതൊക്കെ ശരി, ഇനി പ്രത്യുപകാരമായി ഫുഡൊന്നും വാങ്ങിക്കൊടുക്കണ്ട എന്ന് അവൾ ചിരിച്ചുകൊണ്ട് അവനോട് പറയുന്നു. സോഹ്യുൻ ഇന്ന് ഗസ്റ്റ് ഹൗസിലുണ്ടായിരുന്നു. ടോങ്യോങ്ങിലെ പ്രശ്നം അവർ ശരിയാക്കാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പിന്നീട് അവരുടെ റൂമിൽ പോയപ്പോൾ ജെയിംസിന്റെ ശബ്ദം കേട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങുകയായിരുന്നു. അതിനിടയ്ക്ക് നീ ആ പെൺകുട്ടിയുടെ കാറിൽ നിന്ന് ഇറങ്ങുന്നത് കൂടി കണ്ടപ്പോൾ ഞാൻ ആകെ ഡെസ്പായി എന്ന് അവൾ പറയുന്നു. പിന്നീട് ഹോസ്പിറ്റലിൽ എത്തുകയും ശേഷം മുത്തശ്ശനെയും കൂട്ടി തേസോ ഗ്രാമത്തിലുള്ള അവരുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു. താൻ ഫുഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അവൻ അടുക്കളയിൽ കയറുമ്പോൾ ചോറ് തീർന്നിരിക്കുന്നത് കണ്ട് ഞാൻ വീണ്ടും ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് മുത്തശ്ശനെ വിളിക്കുമ്പോഴാണ് ക്ഷീണിച്ച് മുത്തശ്ശൻ കിടന്നുറങ്ങുന്നത് അവൻ കാണുന്നത്. അങ്ങനെ ഫിലിം ഷൂട്ടിങ്ങിനായി ആളുകൾ ജോലി ചെയ്യുന്ന ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുന്നു. ഇതേ സമയം തന്നെയാണ് ജെയിംസ് ടോങ്യോങ്ങിലുള്ള ഗസ്റ്റ് ഹൗസിൻ്റെ ലീഗൽ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞുവെന്നും അതിൻ്റെ കോപ്പി ഞാൻ നിനക്ക് അയച്ചു തരാമെന്നും പറഞ്ഞ് അവൾക്കത് അയച്ചു കൊടുക്കുന്നത്. പിന്നീട് തേസോ ഹോസോ പറഞ്ഞത് പ്രകാരം അസോളിൻ്റെ ഓഫീസിൽ ചെല്ലുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു ടേബിൾ റിനോവേറ്റ് ചെയ്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവൾ അവനോട് പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അവർ രണ്ടാളും കൂടി ഇരുന്ന് ആഹാരം കഴിക്കുമ്പോൾ ആ ഫ്രെയിം നിങ്ങൾക്ക് എപ്പോഴാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അച്ഛന് വേണ്ടിയിട്ടുള്ളതാണ്, അച്ഛന് ലങ് ക്യാൻസർ ആണ്, അതുകൊണ്ട് തന്നെ അച്ഛൻ ഇപ്പോഴൊന്നും ഇങ്ങോട്ടേക്ക് വരുമെന്ന് തോന്നുന്നില്ല, നിങ്ങൾ സമയം എടുത്ത് ചെയ്തു തന്നാൽ മതിയെന്ന് അസോൾ പറയുന്നു. ഞാൻ അച്ഛന് വേണ്ടിയാണ് എൻ്റെ ജോലി കളഞ്ഞ് അച്ഛന് ഇഷ്ടമുള്ള ഈ ജോലിക്ക് വന്ന് ഇവിടെ കൂടാമെന്ന് കരുതിയത്. പക്ഷെ അച്ഛനിപ്പോൾ ഗ്രാമത്തിൽ അങ്ങ് സെറ്റിൽഡായി. എന്നാലും ഞാനിപ്പോൾ ഈ ഒരു സാഹചര്യവുമായി പൊരുത്തപ്പെട്ടുവെന്നും അവൾ ചിരിച്ചുകൊണ്ട് പറയുന്നു. അന്നേരം തേസോയെ യൂൺ വിളിക്കുകയും നിങ്ങളിപ്പോൾ ഫ്രീ ആണോ എന്ന് ചോദിക്കുമ്പോൾ റെസ്റ്റോറൻറ്റിലെ ശബ്ദം കേട്ട് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്യുന്നു. ആരാണ് വിളിച്ചതെന്ന് അസോൾ ചോദിക്കുമ്പോൾ അതെൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറയുന്നത് കേട്ട് അസോളിൻ്റെ മുഖം വാടുന്നു. എന്നിട്ട് നെയിം കാർഡ് ഇട്ടത് അന്ന് നിന്റെ പാരൻസ് മരിച്ചിട്ടും നീ ഫൈറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് നിന്നോട് എനിക്കുള്ള സഹതാപവും നിന്നോടുള്ള ആ കോൺഫിഡൻസും പിന്നെ ഇഷ്ടവും എല്ലാം ചേർന്ന് ഞാൻ അങ്ങനെ ചെയ്തതാണെന്ന് അവൾ സത്യം പറയുന്നു. ഞാൻ ടോങ്യോങ്ങിലേക്ക് പോവുകയാണെന്നും അവിടെ കുറച്ച് പേപ്പർ വർക്കുണ്ട്, ഒരു 30 മിനിറ്റിനുള്ളിൽ തന്നെ തിരിച്ചു മടങ്ങി വരുമെന്നും പറഞ്ഞ് യൂൺ അയക്കുന്ന മെസ്സേജ് തേസോ വായിക്കുന്നുണ്ട്. അവൾ അവിടെ എത്തുമ്പോൾ തന്നെ ജെയിംസ് അവളെയും കാത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇത് അതേ ഡേറ്റ് വെച്ച് തന്നെ ആ കോൺട്രാക്റ്റ് റിലീസ് ചെയ്തതാണ്. നീ വിചാരിച്ചിരുന്നത് പോലെ തന്നെ മാർച്ച് 20 വരെ നിനക്ക് ആ ഗസ്റ്റ് ഹൗസ് നടത്തിക്കൊണ്ട് പോകാമെന്നും അവളോട് അതിൽ സൈൻ ചെയ്യാനും ജെയിംസ് പറയുമ്പോൾ അവൾക്കത് കണ്ട ദേഷ്യവും സങ്കടവും വരികയും ഇതൊക്കെ ഇത്ര സിമ്പിളായിരുന്നു, ഞാൻ മാസങ്ങൾ ഇതിനു വേണ്ടി ചിലവഴിച്ചിട്ടും എനിക്ക് ഇതിനു വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, എന്നാൽ സോഹ്യുൻ വന്നപ്പോൾ തന്നെ ഇതെല്ലാം എങ്ങനെ ശരിയായെന്ന് അവൾ ചോദിക്കുന്നു. നീ സിയോളിലേക്ക് പോയപ്പോൾ ആ ഗസ്റ്റ് ഹൗസിൻ്റെ ഓണർ അത് നടത്തിക്കൊണ്ട് പോയെങ്കിലും അതിന് ഒരുപാട് കംപ്ലൈൻറ്റ്സ് വന്നു. അന്നേരമാണ് സോഹ്യുൻ വരികയും അതെല്ലാം സെറ്റിൽഡ് ആക്കിയതെന്നും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ കഴിഞ്ഞില്ലേ, ഇനി എന്തിനാ അതൊക്കെ ആലോചിച്ചിരിക്കുന്നതെന്ന് ചോദിച്ച് അവൻ കാർ നിർത്തുന്നു. എനിക്കിതിനെ മനസ്സിലാകുന്നില്ല, ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകുമ്പോൾ നീ ഇങ്ങോട്ടേക്ക് ഓടിയെത്തുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അപ്പോഴും സോഹ്യുൻ ഇതെല്ലാം വന്ന് സെറ്റിലാക്കിയതിലാണ് നീ പ്രശ്നം കണ്ടെത്തുന്നത്. എന്താണ് നിന്റെ പ്രശ്നം? സിയോളിൽ നിനക്കായി ഒന്നുമില്ലല്ലോ, പിന്നെ എന്താണ് ഇങ്ങോട്ടേക്ക് വരാൻ ഇത്ര മടിയെന്നും അവൻ ചോദിക്കുമ്പോൾ നമ്മൾ ഇത്രയൊക്കെ സ്നേഹവും കെയറും കൊടുത്താലും ഒരു കാര്യവും എപ്പോഴും നമ്മുടെ കൂടെ കാണില്ല എന്ന് യൂൺ വിഷമിച്ച് പറയുന്നത് കേട്ട് ഞാനിനി നീയുമായി പാച്ചപ്പ് ആകുമെന്ന് കരുതിയിട്ടാണെങ്കിൽ ആ കാര്യത്തിൽ പേടി വേണ്ട, നമ്മൾ ബിസിനസ് പാർട്ട്നേഴ്സ് കൂടിയാണ്. നീ ഇന്നത് സൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോമ്പൻസേഷൻ പോലും കിട്ടില്ല. നമ്മൾ കടന്നു വന്ന കാര്യങ്ങൾ കൂടി നീ ഓർക്കണമെന്നും നിനക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാമെന്നും ജെയിംസ് പറയുന്നു. അത് കേട്ട് യൂണൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ അവർ അവരുടെ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുന്നു. അവിടേക്ക് കണ്ടിറങ്ങി അവൾ പോകാൻ നിൽക്കുമ്പോൾ നിനക്ക് എന്താണ് ഇത്ര തിരക്ക്, എന്താണ് നിന്നെ അവിടെ പിടിച്ചു നിർത്തുന്നത് എന്ന് ജെയിംസ് ചോദിക്കുമ്പോൾ
ഞാനിവിടെ വന്നെങ്കിലും എൻ്റെ മനസ്സൊന്നും മാറിയിട്ടില്ല എന്നവൾ പറയുന്നത് കേട്ട് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒന്നും നടക്കാത്തതുപോലെ അവരുടെ കൂടെ ഇരുന്ന് ഡ്രിങ്ക്സ് കഴിക്കുകയും ഇതൊക്കെ ശരിയാക്കാൻ ഞാൻ എത്രത്തോളം പാടുപെട്ടു എന്നും നിനക്കറിയാമോ? ബുക്കിംഗ് എങ്കിൽ ഇപ്പോൾ എടുത്തു തുടങ്ങേണ്ട. ആദ്യം നീ നിന്റെ മനസ്സിനോട് തന്നെ ഒന്ന് ചോദിക്കാൻ അവൻ പറയുന്നത് കേട്ട് യൂൺ അവിടെ നിന്നും പോകുന്നു. പിന്നീട് തേസോ വീട്ടിലെത്തുമ്പോൾ യൂൺ അവനായി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവളെ കണ്ടതും അവൻ അങ്ങനെ അവളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. അങ്ങനെ അവൾ കൊണ്ടുവന്ന ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് എന്നെ ചതിച്ചവരെ സോഹ്യുണിന് അറിയാമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അവരതെല്ലാം സോർട്ട് ഔട്ട് ചെയ്തത് കൊണ്ട് തന്നെ കോൺട്രാക്റ്റ് റിവേഴ്സ് ചെയ്തത് നോക്കാനായി ഞാൻ അങ്ങോട്ടേക്ക് പോയതാണെന്ന് പറയുന്ന യൂണിനോട് ആ കോൺട്രാക്റ്റ് നീ ഇനി സൈൻ ചെയ്തില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് തേസ് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഇപ്പോൾ പോകുന്നത് പോലെയൊക്കെ തന്നെ പോകും. എന്തായാലും അതിന് മാർച്ച് വരെ ഓപ്പൺ ചെയ്യാനുള്ള കോൺട്രാക്റ്റ് എനിക്കുള്ളൂ എന്നും അവൾ പറയുന്നു. അപ്പോൾ ഈ ജെയിംസ് ഈ ഗസ്റ്റ് ഹൗസുമായി എന്താണ് ബന്ധമെന്ന് ചോദിക്കുമ്പോൾ അയാളാണ് എനിക്ക് ഈ ഗസ്റ്റ് ഹൗസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നത് തന്നെ. ഞങ്ങൾ പാർട്ട്നേഴ്സാണ്. എന്നാൽ ജെയിംസ് ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാനാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയിരുന്നതെന്നും അവൾ പറയുന്നു. അപ്പോൾ അയാൾ എവിടെയാണ് താമസിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നീ അയാളെ സംശയിക്കുന്നുണ്ടോ എന്ന യൂണിൻ്റെ ചോദ്യത്തിന് എനിക്ക് നിൻ്റെ സേഫ്റ്റിയാണ് മുഖ്യമെന്ന് അവൻ പറയുന്നു. നീ ഒരിക്കലെങ്കിലും ഗ്രാമത്തിൽ സെറ്റിൽഡ് ആകുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്ന് തേസോ യൂണിനോട് ചോദിക്കുമ്പോൾ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല, നിന്റെ കാര്യമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങോട്ടേക്ക് പോകണമെന്ന് അവൻ പറയുന്നത് കേട്ട് നീ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് നിനക്ക് പ്രഷ്യസായ കാര്യങ്ങളിൽ നിന്നും ഒരുപാട് ദൂരെ ജീവിച്ച് അവരെ സഹായിക്കാനാണ് നിനക്ക് ആഗ്രഹമെന്ന്. അടുത്തുണ്ടായാൽ അവരുടെ കഷ്ടപ്പാട് നിനക്ക് ചിലപ്പോൾ സഹിക്കാൻ കഴിയുന്നതിലപ്പുറം ആയിരിക്കുമെന്നും. നീ അന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ആ ഗ്രഹം എനിക്കും. അതെനിക്ക് പ്രഷ്യസ് ആണെങ്കിലും അതുപോലെ തന്നെ അതെനിക്ക് വേദനയും സമ്മാനിച്ചിട്ടുണ്ട് എന്നവൾ പറയുന്നു. പിന്നീട് ഹോട്ടലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജെയിംസിന് ഗസ്റ്റ് ഹൗസിൻ്റെ എൻക്വയറി വരുന്നു. അങ്ങനെ ഗസ്റ്റ് ഹൗസിന് മാനുവൽ അയക്കാൻ പറഞ്ഞ് ജെയിംസ് മെസ്സേജ് ഇടുമ്പോൾ അവൾ എന്തോ ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചതുപോലെ നേരെ ടോങ്യോങ്ങിലേക്ക് പോകുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഹെൽപ്പ് ഞാൻ ചെയ്യാം, ബാക്കി ജെയിംസിനെ ഏൽപ്പിച്ചിട്ട് വരാം. തേസോയ്ക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല എന്നും മനസ്സിൽ ഉറപ്പിച്ച് അവൾ ആ ഗസ്റ്റ് ഹൗസിൽ പോവുകയും വീടെല്ലാം അറേഞ്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് തുണി അലക്കും നേരമാണ് ജെയിംസ് അങ്ങോട്ടേക്ക് എത്തുന്നത്. അവർ ഗസ്റ്റിൻ്റെ മാനുവലിൻ്റെ കാര്യവും ഫുഡിൻ്റെ കാര്യവുമൊക്കെ സംസാരിച്ച് അവിടുന്ന് ജെയിംസ് എഴുന്നേൽക്കുമ്പോൾ യൂൺ കിച്ചണിൽ നിന്നും കിട്ടിയ ജെയിംസിൻ്റെ സാധനങ്ങൾ കണ്ട് ഇത് ഇവിടെ നിന്നും എടുത്തുകൊണ്ടു പോകാൻ പറയുമ്പോൾ നീ ഇങ്ങോട്ടേക്ക് താമസം മാറുകയാണോ എന്ന അതിശയത്തോടെ ജെയിംസ് അവളോട് ചോദിക്കുന്നു. നീ ഇങ്ങോട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കുന്നതിൽ എന്താ? ഞാൻ ഈ 2 ജോലിയും ചെയ്ത് ആകെ ടയേർഡായെന്നും നീ ഇങ്ങോട്ട് താമസം മാറുകയാണെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റാനും പിന്നെ നിന്റെ കൂടെ ആ 3 മാസം താമസിച്ച സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, അത് ഒരുപാടൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകുന്നു. പിന്നീട് ഷീറ്റ് തട്ടിക്കുടയുമ്പോൾ ജെയിംസിനോട് മാസത്തിൽ ഒരിക്കലൊക്കെ ബുക്കിംഗ്സ് എടുത്താൽ മതിയെന്നും സീസൺ ആകുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയെന്നുമൊക്കെ പറയുന്നുണ്ട്. തിരികെ കാറിൽ പോകുന്നേരം നീ എന്നോട് എൻ്റെ സാധനങ്ങൾ അവിടെ നിന്ന് മാറ്റാൻ പറയുകയും ഇപ്പോൾ എന്നോട് തന്നെ ബുക്കിംഗ് ചെയ്യാൻ പറയുകയും ചെയ്യുന്നു. നീ നിന്റെ മനസ്സിനോട് തന്നെ ചോദിച്ച് നിനക്ക് എന്താണ് വേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കുക എന്ന് ജെയിംസ് പറയുന്നു. അങ്ങനെ അവൻ പറഞ്ഞതിനെ പറ്റിയൊക്കെ ഓർത്ത് അവൾ ഒരുപാട് നേരം ആ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയും രാത്രിയാകുമ്പോൾ അവൾ അവളുടെ ആ ഗസ്റ്റ് ഹൗസിലേക്ക് തന്നെ വീണ്ടും പോകുന്നു. രാത്രിയിൽ അങ്ങോട്ടേക്ക് എത്തുന്ന ജെയിംസും അവൾ അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട്. പിന്നീട് ഹോസ്പിറ്റലിൽ ഹോസോ മുത്തശ്ശിയെ കാണുമ്പോൾ അങ്ങനെ നോക്കി നിൽക്കുക മാത്രമല്ല എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനും തേസോയോട് പറയുന്നു. സബ്വേ റൂട്ട് മാറ്റി എന്നുള്ള മെസ്സേജ് തേസോ നോക്കുമ്പോഴാണ് വിസിറ്റിംഗ് ടൈം ആയെന്ന് നേഴ്സ് വന്ന് പറയുന്നതും പിന്നീട് അവൻ മുത്തശ്ശിയുടെ കൈയൊക്കെ തുടച്ചു കൊടുത്ത് എൻ്റെ സിയോളിലെ എക്സ്പയറി ഡേറ്റ് അവസാനിച്ചു എന്നും തോന്നുന്നു എന്നവൻ വളരെ വിഷമത്തിൽ മുത്തശ്ശിയോട് പറയുന്നു. പിറ്റേന്ന് യൂൺ പഴയ മാനേജറെ വിളിച്ച് ഇന്നത്തെ എൻ്റെ ജോലി ഒന്ന് നോക്കാമോ എന്ന് ചോദിക്കുകയും പിന്നീട് ടോങ്യോങ്ങിൽ അവിടെയുള്ള ഫാമിൽ നിന്ന് പൂ പറിച്ച് ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ഡെക്കറേറ്റ് ചെയ്യുകയും പിന്നീട് അവിടുന്ന് സിയോളിലേക്ക് തിരിച്ചു പോകാൻ ഇറങ്ങുന്നേരം നെയിം ബോർഡ് കണ്ട് അച്ഛാ, ഞാൻ സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതുമായ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ വീട്ടിൽ നടപ്പിലാക്കി. നിങ്ങളിതെല്ലാം കാണുന്നില്ലേ? നിങ്ങൾക്ക് സന്തോഷമായോ എന്നും അവൾ മനസ്സിൽ ചോദിക്കുന്നു. പിന്നീട് ജോലിയൊക്കെ കഴിഞ്ഞ് ട്രെയിനെല്ലാം ചെക്ക് ചെയ്യും നേരം പുറത്തുകൂടി അവനെയും നോക്കി അങ്ങനെ പ്ലാറ്റ്ഫോമിൽ യൂൺ നടക്കുന്നു. അവനങ്ങനെ
അവളെ കണ്ട് അവളുടെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു എന്ന് യൂൺ അവനോട് പറയുന്നു. പിന്നീട് ജെയിംസ് ഗസ്റ്റ് ഹൗസ് എല്ലാം ഓക്കെ ആണോ എന്ന് കൺഫേം ചെയ്യാനായി വരികയും എല്ലാ പണികളും യൂൺ ചെയ്തു തീർത്തത് ഓർത്ത് പുറത്തേക്ക് വന്ന് ഗേറ്റ് അടയ്ക്കുമ്പോഴാണ് മുന്നിലുണ്ടായിരുന്ന യൂണിന്റെ അച്ഛന്റെ പേര് വച്ചിരുന്ന ഗസ്റ്റ് ഹൗസ് നെയിം കാർഡ് കാണാനില്ലാത്തത് അവൻ ശ്രദ്ധിക്കുന്നതും ഇനിയപ്പോൾ അവൾ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ഉറപ്പിക്കാമെന്നും അവൻ മനസ്സിൽ പറയുന്നു. ജോലി ചെയ്യുന്നിടത്ത് ഫിലിം ഷൂട്ടിംഗ് തകൃതിയായി നടക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് പഴയ മാനേജർ ഹൈജിൻ വരികയും ഞാനിവിടെ നിന്നും വേറൊരു ജോബിന് പോകാനായി റിസൈൻ ചെയ്തതാണ്. പക്ഷെ ആ ജോലി എനിക്ക് കിട്ടാൻ ഇനിയും 1 മാസം പിടിക്കും. അങ്ങനെയാണെങ്കിൽ അന്ന് പറഞ്ഞ സ്റ്റേയുടെ കാര്യവും 1 മാസം നീളുമെന്നും പോരാത്തതിന് ഈ ഓണർക്ക് ഈ ഗസ്റ്റ് ഹൗസ് നടത്തിക്കൊണ്ടു പോകാൻ യാതൊരു താല്പര്യവുമില്ല. ഷൂട്ടിംഗ് കൂടി കഴിഞ്ഞാൽ ഒരു ഗസ്റ്റും വരാനില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇത് ചുമ്മാ തുറന്നിടലും അടയ്ക്കലും മാത്രമായിരിക്കും. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ജോലി നോക്കിക്കൂടെ എന്നും അവൾ ചോദിക്കുമ്പോൾ അവൾ അങ്ങനെ അന്ന് ജെയിംസ് നൽകിയ ആ കലണ്ടർ നോക്കിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെയിംസ് അവൾക്ക് നിനക്ക് നടത്തിക്കൊണ്ടു പോകണ്ട എന്നാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്ലോസ് ചെയ്യാം, ഗസ്റ്റിനോടും ഞാൻ ഇക്കാര്യം പറയാമെന്ന് പറയുമ്പോൾ അവൾക്ക് അത് കേട്ട് സങ്കടം തോന്നുന്നു. പെട്ടെന്ന് എന്തോ ഒന്ന് മനസ്സിലാലോചിച്ച് അവൾ അവളുടെ ബാഗും എടുത്ത് അവിടെ നിന്നും ഇറങ്ങുന്നു. തേസോ വീട്ടിൽ നിന്നും റെയിൽവേ റെഗുലേഷൻ്റെ ബുക്ക് എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഇപ്പോൾ മുത്തശ്ശിയുടെ കണ്ടീഷൻ സ്റ്റേബിളായി വരുന്നുണ്ടെന്നും മുത്തശ്ശിയെ വാർഡിലേക്ക് മാറ്റാമെന്നും ഡോക്ടർ പറയുന്നത് കേട്ട് തേസോയ്ക്ക് അത് ആശ്വാസമാകുന്നു. രാത്രി അവൻ മുത്തശ്ശനെയും കൂട്ടി ഗ്രാമത്തിലേക്ക് വരികയും അങ്ങനെ അവർ രണ്ടാളും ഫുഡ് കഴിക്കുന്ന നേരത്ത് അമ്മ പണ്ട് ജോലി ചെയ്തിരുന്നത് പോലെ സീ ട്രെയിനിൽ ജോലി ചെയ്യാനായി ഞാൻ പ്രിപ്പയർ ചെയ്തു തുടങ്ങിയെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കായി ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെടേണ്ട എന്നും ഞങ്ങൾക്ക് എന്താവശ്യത്തിനും ഇവിടെ ഹോസോയുണ്ടല്ലോ എന്നും മുത്തശ്ശൻ പറയുന്നു. പിന്നീട് അതെല്ലാം ആലോചിച്ച് യൂണിന്റെ മെസ്സേജ് നോക്കുകയും പിന്നീട് അവളുടെ DP കണ്ട് അവന് ഗസ്റ്റ് ഹൗസിന്റെ നെയിം ഇൻസ്റ്റാഗ്രാമിൽ അടിച്ചു നോക്കി അതിലെ പോസ്റ്റുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിലൊക്കെ വളരെ സന്തോഷവതിയായിരുന്നു യൂണെന്ന് അവന് മനസ്സിലാകുന്നു. അങ്ങനെ അങ്ങോട്ടേക്ക് വന്ന കാർപ്പൻ്റർ അടഞ്ഞുകിടക്കുന്ന വീടിനു മുന്നിൽ ഞാൻ വെളിച്ചം കണ്ടു എന്ന് പറയുമ്പോൾ അത് യൂണിന്റെ ആ വീടാണെന്ന് മനസ്സിലാക്കി അവൻ അങ്ങോട്ട് പോയി നോക്കുന്നു. യഥാർത്ഥത്തിൽ പുറത്ത് ടെൻ്റൊക്കെ കെട്ടി സോഹ്യനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവൾ അവനെ തിരിച്ചറിയുകയും യൂണുമായി അവനിപ്പോൾ യാതൊരു കോണ്ടാക്റ്റും ഇല്ല എന്ന് കരുതി യൂണിന് ടോങ്യോങ്ങിൽ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടെന്നും ഞാൻ പോയി അത് കണ്ടപ്പോൾ എനിക്ക് ഈ സ്ഥലമാണ് ഓർമ്മ വന്നത്. യൂണിനെ അച്ഛനെ പോലെ അവളും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താണ് അതുപോലൊരു ഗസ്റ്റ് ഹൗസ് പടുത്തുയർത്തിയത്. പക്ഷേ ചില ദുഷ്ടന്മാർ അവളെ ഒരുപാട് കഷ്ടപ്പെടുത്തി കളഞ്ഞു. നിങ്ങളിപ്പോൾ കുറേ നാളായല്ലേ കണ്ടിട്ട് എന്ന് അവനോട് ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടാതെ നിൽക്കുന്നു. അവൾ ഗസ്റ്റ് ഹൗസിൻ്റെ ഫോട്ടോസൊക്കെ അവന് കാണിച്ചു കൊടുക്കുകയും അതിൻ്റെ പേര് ബയോൻവി എന്നാണ്, അതായത് ചെറിയ ഗ്യാപ്പിലൂടെ വരുന്ന സൂര്യപ്രകാശം എന്നാണ് അർത്ഥമെന്നൊക്കെ പറഞ്ഞ് അവൾ യൂണിനെ പറ്റി വാചാലയാകുന്നു. ഇതെല്ലാം തേസോ കേട്ടു നിൽക്കുന്നുമുണ്ട്. നീ അവളെ പോയി കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് ഏറെ സന്തോഷമാകുമെന്ന് പറഞ്ഞ് ആ അഡ്രസ്സ് അവന് കാണിച്ചു കൊടുക്കുകയും അവനത് ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നു. പിന്നീട് അവൻ യാത്ര പറഞ്ഞു പോവുകയും എന്തോ ഒന്നാലോചിച്ച് അവൻ അവരുടെ അടുത്തേക്ക് തിരികെ വരികയും ചെയ്യുന്നു. നിങ്ങൾ ആ മനുഷ്യനെ ഒറ്റയ്ക്കാക്കി ഹവായിൽ പോകരുതായിരുന്നു എന്നവൻ ദേഷ്യത്തോടെ പറയുമ്പോൾ ഹവായിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയതാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. ഞാൻ ഒരുപാട് തവണ അദ്ദേഹത്തെ ചെക്ക് ചെയ്യുകയും ഡിപ്രഷൻ്റെ ഒരു സൂചനകളും ഇല്ലായിരുന്നു. കാരണം അദ്ദേഹം മരുന്ന് പോലും കഴിക്കുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ഓക്കെ ആയിരുന്നു. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. പിന്നീട് ഓക്കെ ആയതിനു ശേഷം അവർ രണ്ടാളും കൂടിയിരുന്ന് സംസാരിക്കുമ്പോൾ ഒരു വിധത്തിൽ എൻ്റെ സെൽഫിഷ്നെസ് കൂടിയായിരുന്നു. കാരണം ഇന്റേൺഷിപ്പിനായി ഹവായിൽ പോയ യൂൺ എൻ്റെ അമ്മയോടൊപ്പമാണ് ജീവിച്ചിരുന്നത്. അവർ തമ്മിൽ അത്രയും ക്ലോസ് ആയത് കണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയതാണ്. ആ കോറിഡോറിലിരിക്കുന്ന ആ ഫോട്ടോ പോലും എൻ്റെ അമ്മ അവിടെ നിന്നും അയച്ചു തന്നതാണ്. എൻ്റെ അമ്മ എന്നോടധികം മിണ്ടാറില്ല, പക്ഷെ അവളെ വലിയ കാര്യമാണ്. അവളുടെ അച്ഛൻ എപ്പോൾ ആ ഫോട്ടോ കണ്ടാലും വളരെയധികം സന്തോഷിക്കുമായിരുന്നു. ഡിസംബറിൽ നിങ്ങൾ ബ്രേക്കപ്പ് ആയതിനു ശേഷം അവൾ നേരെ ഹവായിലേക്ക് പോയതായിരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളതിന് ഡിസംബറിലാണോ ബ്രേക്കപ്പ് ആയതെന്ന് തിരിച്ചു ചോദിക്കുകയാണ് തേസോ. ഏതാണ്ട് ആ ഒരു സമയത്തായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴാണ് ജെയിംസിനോട് അവളെ ഒന്ന് നോക്കിക്കോളാൻ ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ ജെയിംസ് നല്ല ആളാണോ എന്ന് തേസോ ചോദിക്കുമ്പോൾ അവർ അതെ എന്ന് മറുപടി പറയുന്നു. യൂണിനോട് ജെയിംസ് എങ്ങനെയാണെന്ന് ചോദിക്കുന്നത് കേട്ട് സോഹ്യൻ അവളുടെ ഫോണിലുണ്ടായിരുന്ന ജെയിംസ് അവൾക്ക് അയച്ചു കൊടുത്ത യൂണിൻ്റെ ഓരോ വർഷത്തെയും ഫോട്ടോസ് അവന് കാണിച്ചു കൊടുക്കുന്നു. അവർ കുറച്ച് നാളെ റിലേഷൻഷിപ്പിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ ബ്രേക്കപ്പ് ആയി. അവൻ അവളെ എല്ലാവരിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യുമായിരുന്നു. അവർ ഒരിക്കലും
നല്ല മാച്ച് അല്ലായിരുന്നു. യൂണാണയിൽ എപ്പോഴും ചുറ്റിൽ ആൾക്കാരുള്ളതായിരുന്നു ഇഷ്ടമെന്നും സോഹ്യുൻ പറയുന്നത് കേട്ട് വിഷമത്തിൽ തേസോ അവിടെ നിന്നും ഇറങ്ങുകയും അപ്പോൾ ഈ ജെയിംസ് തന്നെയാണ് അവളുടെ 3 മാസം മാത്രം റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന അവളുടെ എക്സ് എന്നും തേസോ മനസ്സിലാക്കുന്നു. യൂണിൻ്റെ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തും അവൻ മാത്രമായിരുന്നു അവളുടെ ചുറ്റുമെന്നും ചിന്തിച്ച് അവൻ സിയോളിലേക്ക് വരികയും യൂണിനെ വിളിച്ച് ടോങ്യോങ്ങിലേക്ക് പോകണ്ട എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സമയം അവിടെയുള്ള ടോങ്യോങ്ങിലെ ഗസ്റ്റ് ഹൗസിന് മുന്നിലായിരുന്നു അവൾ ഉണ്ടായിരുന്നത്. അവളിപ്പോൾ താമസിക്കുന്ന ഫ്ലാറ്റിന് വെളിയിൽ തേസോ അങ്ങനെ അവളെയും ഫോൺ വിളിച്ച് നിൽക്കുന്നത് കാണിച്ചാണ് എപ്പിസോഡ് 7 അവിടെ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.